ഹായ് പ്രിയമുള്ളവരെ, ഞങ്ങളിപ്പോൾ നാടുകാണി ചുരത്തിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അതായത് നിലമ്പൂർ വഴിക്കടവ് കഴിഞ്ഞ് നാടുകാണി ചുരത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നാടുകാണി ചുരത്തിൻ്റെ മധ്യഭാഗത്തുള്ള അതിമനോഹരമായ കാഴ്ചയാണ്. ഇതിൽ പ്രത്യേകത എന്ന് പറയാൻ ഒരു അവസാനം വരെ നിങ്ങൾ കാണണം. ഇതിൻ്റെ പ്രത്യേകത എന്ന്, ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയാൻ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അതിമനോഹരമായ കാഴ്ചകൾ നോക്കി, എന്ത് സുന്ദര ശാന്തമായ കാഴ്ചകളാണ്. കോടമഞ്ഞിറങ്ങി സൂപ്പറായിട്ടുണ്ട് കാണാം. വളരെ ലൈറ്റ് മഴ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും അതിമനോഹരമായിട്ടുണ്ട്. ഇനി ഞങ്ങൾ എത്തുന്നത് ഗൂഡല്ലൂർ ടൗണ്, കേരള തമിഴ്നാട് ബോർഡറിലേക്കാണ് എത്തുന്നത്. അവിടത്തെ എത്തുന്നതിന് മുന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കോടമഞ്ഞിറങ്ങി താഴെ കേരളത്തിൻ്റെ, അതായത് നിലമ്പൂർ ഭാഗങ്ങളിലുള്ള കാഴ്ചകളൊക്കെയാണ്. അതായത് കോഴിക്കോടിൻ്റെ ഏകദേശം ഭാഗങ്ങളും കാണും. നിലമ്പൂരിൻ്റെ കാഴ്ചകളും കോടമഞ്ഞും ആ മലനിരകളും ഒക്കെയാണ് നമ്മളിത് കാണുന്നത്. അതിസുന്ദരം. നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെയാണ് പോവേണ്ടത്. ഇവിടേക്ക് ആന ഇറങ്ങുന്നുണ്ട്, ഇടയിൽ ആന ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് പുലിയും ഇറങ്ങുന്നുണ്ട്. റോഡ് വളരെ പല ഭാഗങ്ങളിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് കാണാൻ, ഈ പ്രദേശങ്ങൾ കാണാനും. ഇതും പ്രത്യേകിച്ച് അവിടെ ഒരു മഖാമുണ്ട് പോകുന്ന വഴിയിൽ. മഖാം താഴത്തെ മഹൽ കമ്മിറ്റി ഏറ്റെടുത്തിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. കാട്ടിൻ്റെ നടുക്കാണ്. അവിടെ മൃഗങ്ങളൊക്കെ വരാറുണ്ടെന്നാണ് അവിടുത്തെ മഖാമിലെ മഖാം സംരക്ഷിക്കുന്ന ആൾ നോക്കുന്നത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗൂഡല്ലൂർ ടൗണിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴുള്ള ആ സംഭവമാണ്. കാരണം ടൗൺ എൻട്രി പാസ് എന്ന് പറഞ്ഞിട്ട് 30 രൂപ ഈടാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് അവർ തനിയെ എടുക്കും. അവർ പരിശോധിച്ചിട്ടെടുക്കും. 2 സ്ത്രീകളാണ്. തമിഴ്നാട് എവിടെ പോവുകയാണെങ്കിലും എൻട്രി പാസ് എന്നൊരു പേര്, ഏത് ജില്ലയിൽ നിന്നും ഏത് ഭാഗത്തിൽ കൂടെ കയറുകയാണെങ്കിലും എൻട്രി പാസ് എന്ന നിലയിൽ 30 രൂപ അവർ ഈടാക്കുന്നുണ്ട്. ഞാൻ പലവട്ടം അവരോട് ചോദിച്ചു ഇതെന്താണ് ചോദിച്ചപ്പോൾ എൻട്രി പാസ്സാണെന്നാണ് പറയുന്നത്.